ശിവരാമേട്ടാ എഴുന്നേക്കങ്ങളെ ശരി ഡോക്ടർ. നിങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കെ. ഡോക്ടർ ഇപ്പൊ എത്തും. ബ്രോ, അതിനു മുമ്പ് അച്ഛനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടായാലോ? ഇവിടെ അടുത്തൊരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടെയുള്ളൊരു ഡോക്ടറെ ഞാൻ വിളിച്ചത്. ഇപ്പൊ ഇവിടെ എത്തും. സുജാത, ഡോക്ടർ ഇപ്പൊ എത്തും. കൂട്ടിക്കൊണ്ടുവരും. ശരി സർ. എന്താ അമ്മ ഇത്? ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ അച്ഛനൊന്നും സംഭവിക്കില്ല. ഡോക്ടർ ഇപ്പൊ എത്തും. ഒന്ന് കണ്ണോർക്കച്ച. അച്ഛ അച്ഛ നോക്കി. അച്ഛ ഞങ്ങൾ വെറുതെ വിഷമിപ്പിക്കില്ലേ അച്ഛ? ഇതെന്തു പറ്റിയതാ? രാവിലെ ഒരു തലവേദന ഉണ്ടായിരുന്നു ഡോക്ടർ. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് കിടന്നതാ. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ ബോധമില്ലാതെ ഇങ്ങനെ. പെട്ടെന്ന് എന്തോ ശ്വാസതടസ്സം വന്ന് ബോധം പോയതാവാനാ സാധ്യത. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ശരിയാവാനേ ഉള്ളൂ. ഏതായാലും നോക്കാം. പത്ത് മിനിറ്റിനുള്ളിൽ ബോധം വരണം. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. ഡോക്ടർ, ശ്വാസതടസ്സം ഉണ്ടായതാണ് കാരണമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ കാരണം അറിയണമെങ്കിൽ ബ്ലഡ് പരിശോധിച്ചാലേ പറ്റൂ. AC-യിൽ നിന്ന് വരുന്ന ചില വാതകങ്ങളൊക്കെ അപകടകരമാകാൻ സാധ്യതയുണ്ട്. അതത്തെ AC-യിൽ വെച്ചിരിക്കുന്ന ബോട്ടിൽ അതാരാ AC-യിൽ കൊണ്ടുവച്ചത്? ഞാൻ പോകുന്നവരതില്ലായിരുന്നല്ലോ. ഞാൻ AC-യുടെ കൂളിംഗ് കുറച്ചിട്ട് വാതിൽ ലോക്ക് ചെയ്യാതെയാ പോയത്. പക്ഷെ ഞാൻ വന്നപ്പോ ഡോർ ക്ലോസ് ചെയ്തിരിക്കുക. ആനന്ദേ, മോനതിങ്ങട്.
നോക്കട്ടെ. ഈ ലിക്വിഡിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതിനെ ലാബിലയച്ച് പരിശോധിക്കേണ്ടി വരും. ഏതായാലും ഇപ്പൊ ശ്വാസതടസ്സം ഉണ്ടാകാനും ബോധം പോകാനും ഒക്കെ കാരണം AC-യിൽ കലർന്ന ഈ ലിക്വിഡ് ശ്വസിച്ചത് തന്നെയാണ്. അല്ല, ആരാ AC ഓഫ് ചെയ്ത്? അയ്യോ ഡോക്ടർ, ഇത് ഓഫ് ചെയ്യാറേ ഇല്ല. ചിലപ്പോ കേടായതായിരിക്കും. ഭാഗ്യമെന്ന് പറയാം. ഒരുപക്ഷെ AC ഓഫായില്ലായിരുന്നുവെങ്കിൽ വലിയ അപകടമായേനെ. ആനന്ദേ, ഇതാരാ ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അയ്യോ ചേച്ചി, ഞാൻ ഇങ്ങോട്ട് കേറിയതേ ഇല്ല. ഞാനും ആന്റിയും കൂടി കിച്ചണിലായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇത് പുറത്തു നിന്ന് ആരും കയറി വന്ന് ചെയ്തിട്ട് പോയതൊന്നുമല്ല. ഇതിനകത്തുള്ള ആരോ ആണെന്നുള്ള കാര്യം ഉറപ്പാ. അതാരാണെന്ന് എനിക്ക് അറിയണം. ബ്രോയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അമ്മേ, ലിക്വിഡ് AC-യിൽ ഫിക്സ് ചെയ്ത് ആരാണെന്ന് എനിക്കറിയാം. ആരാ ബ്രോ അത്? പറ ആനന്ദ, ആരാ അത്? ഗംഗ. ഗംഗയാ ലിക്വിഡ് AC-യിൽ ഫിറ്റ് ചെയ്ത് വെച്ചത്. ആനന്ദ, എന്തൊക്കെയാ നീ പറയുന്നത്? ഇത് ചെയ്തത് ഗംഗയാണെന്നോ? എന്തിനു വേണ്ടിയാ ഇവളിത് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ചെയ്തത് ഗംഗയാണെന്ന് എനിക്ക് ഉറപ്പാ. ആനന്ദേ, വേറെ എന്തെങ്കിലും മനസ്സിൽ വെച്ചോണ്ട് എന്നെ വെറുതെ കുറ്റക്കാരിയാക്കരുത്. ഞാൻ പറയുന്നത് സത്യമാ. നീയാ ഇത് ചെയ്തത്. ആനന്ദ്, ദേ അനാവശ്യം പറയരുത്. ആന്റി പറയുന്നത് കേട്ടില്ലേ? ആന്റി വിശ്വസിക്കുന്നുണ്ടോ ഞാനാ ഇത് ചെയ്തേന്ന്? വിശ്വസിക്കും. അമ്മയെന്നല്ല, ആരും വിശ്വസിക്കും. കാര്യം എന്റെ കയ്യിൽ തെളിവുണ്ട്. അരവിന്ദ്, നീ പോയി ആ ക്യാമറ ഫുട്ടേജ് എടുത്തോണ്ടോ. അതിലറിയാലോ ഈ റൂമിൽ ആരൊക്കെയാ വന്നതെന്നും ആരാ ഈ ലിക്വിഡ് ഫിക്സ് ചെയ്തതെന്നും. ശരി ബ്രോ. അരവിന്ദ്, നിക്ക്. ഞാൻ പറയാം. ഈ ലിക്വിഡ് AC-യിൽ വെച്ചത് ഞാനാ. എടി ഭയങ്കരി, എന്റെ കൃഷ്ണേട്ടനെ കൊല്ലാൻ നോക്കുന്നു നീ. ആന്റി വേണമെങ്കിൽ എന്നെ കൊന്നു. എന്നാൽ ഇങ്ങനെയൊന്നും പറയരുത് ആന്റി. ആരെന്നെ സംശയിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആന്റി എന്നെ സംശയിച്ച പിന്നെ ഞങ്ങളുടെ നിമിഷം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ആന്റി പോയ ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോ അങ്കിള് തലവേദന കാരണം തിരിഞ്ഞു മറിഞ്ഞു കിടക്കായിരുന്നു. ഈ ലിക്വിഡ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വിഷമൊന്നുമല്ല. തലവേദനക്കിടുന്ന യൂക്കാലി തൈലം. അങ്കിൾ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട്
ശല്യപ്പെടുത്തണ്ട. ഇത് എ സിയിൽ ഫിക്സ് ചെയ്താ എ സിയിലൂടെ മുറിയിൽ വ്യാപിച്ച് തലവേദന മാറൂലോ എന്ന് കരുതി ചെയ്തതാ. അല്ലാതെ ആന്റി കരുതുന്നത് പോലെ എന്താ അത്? ഇത് യൂക്കാലിപ്റ്റിസ് തന്നെയാണെന്ന് തോന്നുന്നു ബ്രോ. ചെറിയ മണമുണ്ട്. മുംബൈയിൽ അച്ഛന് തലവേദന വരുമ്പോ എന്നെ കൊണ്ട് ഈ ബോട്ടിൽ എ സിയിൽ ഫിക്സ് ചെയ്യിക്കുന്നത്. അതാ അങ്കിളിന് വയ്യെന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്തു പോയത്, അല്ലാതെ വേറൊന്നും. ഇനി ഏതും മരുന്നെന്ന് പറഞ്ഞാലും എന്റെ റൂമിൽ വന്ന് എന്റെ അനുവാദം ഇല്ലാതെ അത് ഫിക്സ് ചെയ്തത് തെറ്റ് തന്നെയാ. നീ ആയതുകൊണ്ട് ഞാനിപ്പോ ക്ഷമിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ച ഇല്ല ആന്റി, ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണം. കൃഷ്ണേട്ട, എന്തു പറ്റി കൃഷ്ണേട്ട? കണ്ടു തുറന്നല്ലോ. ആ, കണ്ണു തുറന്നല്ലോ. ഇനി പ്രശ്നമൊന്നുമില്ല. എനിക്കിനി പോവാലോ. നിങ്ങൾ എല്ലാരും ഇങ്ങനെ കൂടി നിൽക്കണ്ട, മാഡം മാത്രം നിൽക്കട്ടെ. വിശേഷങ്ങളൊക്കെ പിന്നെ ആവാം. എന്നാ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. മാഡം, ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. സുജാത, ആനന്ദ് CCTV ഫുട്ടേജ് നോക്കാതെ ഗംഗയാണിത് ചെയ്തതെന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചു? ഇത് അമ്മ ഗംഗയുടെ കയ്യിലിട്ട് കൊടുത്ത മോതിരമല്ലേ? ഞാൻ ഒളിച്ചു വെച്ചിരുന്ന മോതിരം ഇതെങ്ങനെ താഴെ വീണത്? ഈ മോതിരം വെച്ചമ്മേ ഗംഗ ഇതിനകത്ത് കയറിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ മോതിരം എങ്ങെടുക്ക്. ഈ മോതിരം നിന്റെ കയ്യിൽ കിടന്ന ഞാൻ കൂടെയുള്ളത് പോലെയാണെന്ന് പറഞ്ഞു തന്നതല്ലേ ഞാൻ? എന്നിട്ട് അതിനൊരു മാന്യത കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് അലക്ഷ്യമായി താഴേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പോവുകയും ചെയ്തു അല്ലേ? ഇതിന്റെ മൂല്യം തിരിച്ചറിയാത്ത നിനക്ക് ഈ പരമ്പരാഗത മോതിരം ഊരിയിട്ട് തന്നത് എന്റെ തെറ്റാ. ഇനി ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വാ.
ഗംഗ എവിടെ? അവളിവിടെ പുറത്തെങ്ങാനും കാണും. വാ. ഗംഗ, ചിലരുടെ മനസ്സ് കറുപ്പാണോ വെളുപ്പാണോ എന്ന് തിരിച്ചറിയാനാവില്ല. അഭിനയം കൊണ്ട് വെളുപ്പാണെന്നും അനുഭവം കൊണ്ട് കറുപ്പാണെന്നും അവര് നമ്മളെ ബോധ്യപ്പെടുത്തും. നിന്റെ ഉള്ളിൽ കറുപ്പാണെന്നും അത് നിറയെ വിഷമാണെന്നും നീ തന്നെ പലപ്പോഴായി ബോധ്യപ്പെടുത്തി തന്നത്. ഇന്ന് വീണ്ടും നീ അത് ആവർത്തിച്ചിരിക്കുക. തൃച്ചംബരത്തേക്കുള്ള നിന്റെ ഈ വരവിന് പിന്നിൽ ഗൂഢമായി എന്തോ ലക്ഷ്യമുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതിന്റെ ഭാഗമാണ് നിന്റെ ഓരോ വെല്ലുവിളി. വെല്ലുവിളിക്കുന്നതിലല്ല, അതിപ്പോ ആർക്കും ആരോടും നടത്താം. എന്നാൽ അത് ജയിച്ച് കാണിക്കണം. അതാ കഴിവ്. അമ്മ നിന്നെ അണിയിച്ച ആ മോതിരം 24 മണിക്കൂറിനകം നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ സംഭവിച്ചില്ലേ? അതാണ് ജയം. അതുപോലെ നീ എത്ര വലിയ നർത്തകിയാണെങ്കിലും നിന്നെ തോൽപ്പിച്ച കല്യാണി ബ്രാൻഡ് അംബാസിഡർ മത്സരം ജയിച്ചിരിക്കും. എന്റെ ആ ജയം നിനക്ക് സമ്മാനിക്കുന്നത് എന്താണെന്ന് കാലം കാണിച്ചു തരും. ഈ തൃച്ചംബരത്തിന്റെ നാശമാണ് നിന്റെ വരവിന്റെ പിന്നിലെങ്കിൽ നിന്റെ കൗണ്ട് ഡൗൺ അവിടെ തുടങ്ങിയെന്ന് നീ മനസ്സിലാക്കിക്കോ. തോൽവിയുടെ നിമിഷങ്ങൾ എണ്ണി തുടങ്ങിക്കോ നീ. ഒരു കാര്യം കൂടി നീ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തൻ്റെ പകുതിയായിട്ട് പാർവതി ഉള്ളപ്പോഴും ഗംഗയെ പരമശിവൻ ജടയിൽ ഒളിപ്പിച്ചത് പ്രണയം ഉണ്ടായിട്ടാണ്. പക്ഷെ തൃച്ചംബരത്തെ ഈ ഗംഗയുടെ സ്ഥാനം ശിരസിലല്ല, ചവിറ്റുകൊട്ടയിലാണ്. കാൽ ചവിട്ടിലുള്ള ചവിറ്റുകൊട്ടയിലും. പിന്നെ അച്ഛൻ്റെ ബ്ലഡ് റിസൾട്ടും നിന്റെ യൂക്കാലിപ്റ്റസിൻ്റെ ലാബ് റിപ്പോർട്ട് കൂടി കിട്ടിയിട്ട് അതിൽ സംശയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോ പറഞ്ഞിട്ട് പോയ പോലെ കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയം പോലും ഈ അരവിന്ദകൃഷ്ണൻ നിനക്ക് തരില്ല. Better you mind it. കല്യാണി, ഇതെന്തു പറ്റി? കല്യാണി എന്താ വാതിൽ തുറക്കാത്ത? ഇതെന്താ ഇത്ര നേരമായിട്ടും വാതിൽ തുറക്കാത്ത? ഇനി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി കാണോ? കല്യാണി, കഥ തുറക്ക. വാതിൽ തുറന്നു കിടക്കാണല്ലോ. ഏയ് കല്യാണി, ഇതെവിടെ പോയി?
കല്യാണി